ഹൈദരാബാദിലെ ചൗമഹല്ല പാലസിലൂടെ സഞ്ചാരം തുടരുകയാണ്. ഹൈദരാബാദ് നിസാം ഭരണാധികാരികൾ കുറേ വർഷങ്ങളിൽ ഇവിടെ ഇരുന്നാണ് തങ്ങളുടെ രാജ്യം ഭരിച്ചത്. അവരുടെ സമ്പന്നതയുടെയും ആഠ്യത്വത്തിൻ്റെയും പ്രതീകമായി ചൗമഹല്ല പാലസ് നിലകൊള്ളുന്നു. ഖജനാവിൽ നിന്നും പണം വാരിക്കോരി ചെലവഴിച്ചാണ് നിസാമുമാർ ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പേർഷ്യൻ ശൈലിയും ഇൻഡോ മുഗൾ വാസ്തുവിദ്യയുമൊക്കെ മേളിക്കുന്ന മനോഹരമായൊരു കൊട്ടാരം. ഒരു ഹാളിൽ നിന്നും കടക്കുന്നത് ചുമരിൽ നിറയെ ആയുധങ്ങൾ നിരത്തിവെച്ചിരിക്കുന്ന ഒരു മുറിയിലേക്കാണ്. സലൈഖാന എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. നിസാംമാരുടെ അസഫ് ജാഹി രാജവംശത്തിൻ്റെ സ്വകാര്യ ആയുധങ്ങളുടെ പ്രദർശനശാലയാണ് ഇത്. നൂറ്റാണ്ടുകൾ മുൻപത്തെ ആയുധങ്ങളാണ്. പലതരം പല്ലക്കുകളും അമ്പാരികളുമൊക്കെയാണ് ഇത്. നിസാമുമാർക്ക് യാത്ര ചെയ്യാൻ അമാലന്മാർ ചുമന്നിരുന്നതും ആനപ്പുറത്ത് ഏറ്റിയിരുന്നതുമായ ഇരിപ്പിടങ്ങൾ. ദർബാർ ഹാളിൽ നിന്നും പുറത്തു കിടക്കുമ്പോൾ പിൻഭാഗത്ത് കുറെ കൂറ്റൻ അലമാരകൾ നിരത്തിവെച്ചിരിക്കുന്നത് കാണാം. പഴയ രാജകീയ ആഭരണങ്ങളും രേഖകളുമെല്ലാം സൂക്ഷിച്ചിരുന്നവയാവാം. ഇന്നും ഒരു കേടുമില്ലാതെ കരുത്തോടെ അവയിരിക്കുന്നു. ദർബാർ ഹാൾ ഉൾപ്പെടുന്ന ഖിൽവത് മുബാറക് എന്ന കൊട്ടാരക്കെട്ടിന്റെ പിൻഭാഗത്തേക്കാണ് ഇപ്പോൾ ഇറങ്ങിയെത്തിയിരിക്കുന്നത്. ചൗമഹല്ലയിലേക്ക് കടന്നെത്തുമ്പോൾ ആദ്യം കാണുന്ന വലിയ മന്ദിരമാണ് ഖിൽവത് മുബാറക്. അതിനരികെ നിന്നും വഴി ഇങ്ങനെ നീണ്ടുകിടക്കുകയാണ്. അതിലൂടെ നടന്നാൽ എത്തുക അടുത്ത ഒരു കൊട്ടാരത്തിലേക്കായിരിക്കും. മുന്നിൽ മതിൽക്കെട്ടിനപ്പുറം ഇടതുവശത്ത് കാണുന്നത് മെഹ്താബ് മഹൽ എന്ന മന്ദിരമാണ്. പടികടന്ന് ഞാൻ അതിൻ്റെ അരികിലേക്കെത്തി. ഇതാണ് മെഹ്താബ് മഹൽ. മെഹ്താബ് മഹലിൻ്റെ മുറ്റത്തുകൂടി നീങ്ങുമ്പോൾ അങ്ങേയറ്റത്ത് മറ്റൊരു വലിയ കൊട്ടാരം കാണുന്നു. അഫ്സൽ മഹൽ എന്നാണ് അതിന് പേര്. അതിനടുത്തേക്ക് നടക്കുമ്പോൾ അഫ്താബ് മഹൽ എന്നൊരു കെട്ടിടം ഇവിടെയുണ്ട്. പണ്ട് രാജകുടുംബത്തിലെ അംഗങ്ങൾ വസിച്ചിരുന്ന കൊട്ടാരമാണിത്. ഇപ്പോൾ അതൊരു എക്സിബിഷൻ സെന്ററാണ്. നിസാമിന്റെ കൊട്ടാരത്തിലെ അന്തഃപുര സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ആടയാഭരണങ്ങളുടെ ഒരു പ്രദർശനശാല. അവിടേക്ക് ധാരാളം ആളുകൾ കയറുന്നുണ്ട്. സ്ത്രീകൾക്ക് വളരെ താല്പര്യമുള്ളൊരു പ്രദർശനശാലയാണിത്. ഗംഭീരമായ ഉൾത്തളമാണ് അഫ്താബ് മഹലിൻ്റേത്. ഒരു കോണിൽ ചില്ലിട്ട് വെച്ചിരിക്കുന്ന പ്രദർശന സാമഗ്രികൾ. സാരികളാണ് പ്രധാനം. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ ആയിരിക്കെ തന്നെ ഏറ്റവും പിശുക്കന്മാരുമായിരുന്നു ഹൈദരാബാദ് നിസാമുമാരെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ പ്രദർശനശാല കാണുന്നവർ അവർ പിശുക്കരായിരുന്നെന്ന് പറയുകയില്ല. 18, 19, 20 നൂറ്റാണ്ടുകളിൽ വൻ വില നൽകി പ്രത്യേകമായി നെയ്തെടുത്ത സാരികൾ, സ്വർണ്ണനൂലും വെള്ളിനൂലും വരെ ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. മുത്ത്, പവിഴം, രത്നം എന്നിവയൊക്കെ പതിച്ച വസ്ത്രങ്ങൾ വരെയുണ്ട്. അന്തഃപുര സ്ത്രീകൾ ധരിച്ചിരുന്ന സ്വർണ്ണ വജ്ര ആഭരണങ്ങളും പ്രദർശനത്തിലുണ്ട്. കോടാനുകോടികളുടെ സ്വത്തുണ്ടായിരുന്ന കുടുംബമാണ് നിസാമിൻ്റേത്. വസ്ത്രങ്ങൾക്കും ആഡംബര വസ്തുക്കൾക്കും വേണ്ടി നിർലോഭം പണം ചെലവഴിച്ചിരുന്നു അവർ. ഇവിടെ വലിയ സുരക്ഷയോടെ ഒരു സാരി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായും സ്വർണ്ണ നൂൽ കൊണ്ട് നെയ്തെടുത്ത സാരിയാണിത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നിറം മങ്ങാതെ നിലകൊള്ളുകയാണവ. ഞാൻ അഫ്താബ് മഹലിൽ നിന്നും പുറത്തേക്കിറങ്ങി. ബഗ്ഗി ഖാന എന്ന ഒരു കെട്ടിടത്തിലേക്കാണ് ഇനി പോകുന്നത്. രാജകീയ വാഹനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു കെട്ടിടമാണ് ഇന്നത്. നിസാം യാത്ര ചെയ്തിരുന്ന ഏറെ സുഖസൗകര്യങ്ങളെല്ലാമുള്ള കുതിരവണ്ടികൾ. പല കാലഘട്ടത്തിലെ രാജകീയ രഥങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. ഇന്ത്യൻ നിർമ്മിത കുതിരവണ്ടികളും ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടികളും കാണാം. വിൻറ്റേജ് കാറുകളുടെ ഒരു ശേഖരവും ഇവിടെയുണ്ട്. അവിടെ നിന്നും നടന്ന് ഒരു തിണ്ണയിലേക്കാണ് കയറിയത്. അഫ്സൽ മഹൽ എന്ന കൊട്ടാരത്തിൻ്റെ മുൻഭാഗത്താണ് ഞാനിപ്പോൾ. മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. ഫൗണ്ടനുകൾ നിരന്നു നിൽക്കുന്ന മാർബിൾ കുളത്തിനപ്പുറം ഞാൻ അല്പം മുമ്പ് സന്ദർശിച്ച മെഹ്താബ് മഹൽ എന്ന കെട്ടിടമാണ്. ഇതാണ് അഫ്സൽ മഹലിൻ്റെ പൂമുഖം. ക്രൗൺ ഓഫ് പാലസസ് എന്നാണ് ഈ കൊട്ടാരത്തിൻ്റെ വിശേഷണം. മുന്നിൽ മാർബിൾ ശില്പം. അഫ്സൽ മഹലിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല. പുറത്തുനിന്ന് രാജകീയ ആഡംബരം വഴിഞ്ഞൊഴുകുന്ന മുറികൾ കാണാം.
നിസാം വിദേശ പ്രതിനിധികളെ സ്വീകരിച്ചിരുന്നത് ഈ ഹാളിലായിരുന്നു. 2 നിലയുടെ ഉയരമുണ്ട് ഹാളിന്. ജാലകങ്ങളിലും വാതിലുകളിലും വില കൂടിയ തിരശ്ശീലകൾ, ഇന്ത്യൻ നിർമ്മിതവും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതുമായ ഇരിപ്പിടങ്ങൾ. നിസാം കൊട്ടാരത്തിന്റെ ആഡംബരത്വത്തിന്റെ മറ്റൊരു തെളിവാകുന്നു കമനീയമായി അലങ്കരിക്കപ്പെട്ട ഈ അതിഥി മന്ദിരം. വാതിൽക്കൽ വേലിയുള്ളതിനാൽ അകത്തേക്ക് കടക്കാനാവില്ല. പുറത്തുനിന്ന് ആവുന്നയത്ര കാഴ്ചകൾ പകർത്തിയ ശേഷം ഞാൻ നടപ്പു തുടർന്നു. സുന്ദരമാണ് ഉദ്യാനവും മാർബിൾ കുളവും. നിസാമിന്റെ കാലത്ത് കുളത്തിലെ ഫൗണ്ടനുകളെല്ലാം കൃത്യമായി പ്രവർത്തിച്ചിരുന്നു. തോട്ടവും കുളവും കെട്ടിടങ്ങളുമെല്ലാം പ്രത്യേകം ഉദ്യോഗസ്ഥന്മാരാണ് തനിമയോടെ നിലനിർത്തിയിരുന്നത്. ഒരു കാലത്ത് കാവൽക്കാരും പരിചാരകരും ഉൾപ്പെടെ 7000 ആളുകൾ ചൗമഹലിൽ ജോലി ചെയ്തിരുന്നു എന്നാണ് കണക്ക്. നിസാം ഭരണകാലത്തിന്റെ ആഡംബര കാഴ്ചകൾ നൽകിയ കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് നടക്കുകയാണ്. 12 ഏക്കറിൽ പരന്നു കിടക്കുകയാണ് ചൗമഹല്ല കൊട്ടാര കോംപ്ലക്സ്. കൊട്ടാരങ്ങൾ, ആർക്കൈവ് ബിൽഡിങ്ങുകൾ, ഉദ്യോഗസ്ഥരുടെ ഓഫീസുകൾ, സ്റ്റോറുകൾ തുടങ്ങി നിരവധിയായ കെട്ടിടങ്ങൾ ഇതിലുണ്ട്. കയ്യേറ്റവും ദുരുപയോഗവും കൊണ്ട് ഇടക്കാലത്ത് കൊട്ടാര കോംപ്ലക്സ് നാശം നേരിട്ടിരുന്നു. 1970-നും 2000-നും ഇടയിലെ 30 വർഷങ്ങളിലാണ് കൊട്ടാരം ഏറ്റവും നാശോന്മുഖമായത്. 2000 ആണ്ടിൽ കൊട്ടാരത്തിന്റെ പുനരുദ്ധാരണത്തിനായി വിപുലമായ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടു. അതനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ പഴയ പ്രൗഢിയോടെ കൊട്ടാരം പുനരാവിഷ്കരിക്കുകയായിരുന്നു. സാംസ്കാരിക പാരമ്പര്യ സംരക്ഷണത്തിന് യുനെസ്കോ നൽകിവരുന്ന ഉന്നത ബഹുമതിയായ യുനെസ്കോ ഏഷ്യ പസഫിക് മെറിറ്റ് അവാർഡ് 2010-ൽ ചൗമഹല്ല കൊട്ടാരത്തിനാണ് ലഭിച്ചത്. ഇപ്പോഴത്തെ നിസാം മുക്കാറം ജായുടെ പുത്രിയും ഈ കൊട്ടാരത്തിന്റെ പവർ ഓഫ് അറ്റോർണി ഹോൾഡറുമായ ഇസ്ര രാജകുമാരിയാണ് യുനെസ്കോ പ്രതിനിധിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങിയത്. കൊട്ടാരക്കെട്ടിൽ നിന്നും പുറത്തു കടക്കും മുൻപ് ഞാൻ മഹത്തായ ആ മന്ദിര സമുച്ചയത്തെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ഒരു കാലഘട്ടത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന നിർമ്മിതികൾ. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കൊട്ടാരത്തിൽ നിന്നിറങ്ങി ബാബയുടെ കാറിൽ ന്യൂ ലാദ് ബസാർ റോഡിലൂടെ യാത്ര തുടരുകയാണ്. പുതിയ തലമുറയിൽപ്പെട്ടവരെയാണ് പാതയോരത്തെല്ലാം കാണുന്നത്. ഇവിടെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ട്യൂഷൻ സെന്ററുകളും പാരലൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എൻട്രൻസ് കോച്ചിംഗ് സെന്ററുമെല്ലാം ഈ ഇടുങ്ങിയ തെരുവുകളുടെ ഇരുവശത്തുമുണ്ട്. ഹൈദരാബാദ് പഴയ നഗരത്തിലെ ഇടത്തെരുവുകൾക്കെല്ലാം വീതി നന്നേ കുറവാണ്. ലാദ് ബസാറിലേക്ക് കയറുമ്പോൾ മുന്നിൽ ചാർമിനാർ കാണാം. വലതുവശത്ത് കൊട്ടാര സമാനമായ ഒരു കെട്ടിടമുണ്ട്. സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ ആണത്. കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. ചാർമിനാറിനു ചുറ്റുമുള്ള പാതകളിൽ എപ്പോഴും വലിയ തിരക്കായിരിക്കും. അനേകം ഇടത്തെരുവുകളിൽ നിന്ന് പ്രധാന പാതയിലേക്ക് വന്നു കയറുന്ന വാഹനങ്ങളും ജനക്കൂട്ടവും ശ്വാസം മുട്ടിക്കുന്ന ഒരന്തരീക്ഷമാണ് ഉണ്ടാക്കുന്നത്. പാതയുടെ നടുവിലെ ഡിവൈഡറിൽ ഞാൻ കാറിൽ നിന്നിറങ്ങി. ഇവിടെയൊന്നും പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ ബാബ കാറുമായി പോയിരിക്കുന്നു. മുന്നിൽ ചെറിയൊരു ശില്പം പോലെ ചാർമിനാർ. ചെറിയൊരു നിർമ്മിതിയൊന്നുമല്ല അതെന്നതാണ് യാഥാർത്ഥ്യം. നടുവിൽ ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുന്ന നിലവരെ നമുക്ക് കയറിപ്പോകാം. അവിടുത്തെ ആൾത്തിരക്ക് ഇവിടെ നിന്ന് തന്നെ കാണാനാവുന്നുണ്ട്. കുത്തബ് ഷാഹി രാജവംശത്തിലെ സുൽത്താൻ മുഹമ്മദ് ഖൂലി കുത്തബ് ഷാ 1591-ൽ നിർമ്മിച്ച സ്മാരകമാണ് ചാർമിനാർ. അക്കാലത്ത് ഹൈദരാബാദിൽ നിന്നും പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ സ്മരണയ്ക്കായാണ് പേർഷ്യൻ ശൈലിയിലുള്ള ഈ സവിശേഷ മന്ദിരം നിർമ്മിക്കുന്നത്. 14 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് ചാർമിനാറിൻ്റെ ഓരോ മിനാരങ്ങൾക്കും. അക്കാലത്ത് സുൽത്താന്റെ ഭരണസിരാകേന്ദ്രമായിരുന്ന ഗോൽക്കൊണ്ടയിൽ നിന്നും തുറമുഖ പട്ടണമായ മുസ്ലി പട്ടണത്തിലേക്കുള്ള പ്രധാന പാതയായിരുന്നു ഇത്. ഞാൻ ചാർമിനാറിൻ്റെ ചുവട്ടിലേക്കെത്തി. ഇവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ 4 നൂറ്റാണ്ട് പിന്നിട്ട സ്മാരകത്തിലെ സൂക്ഷ്മമായ കൊത്തുപണികളും ചിത്രപ്പണികളുമെല്ലാം കാണാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇതിനൊരു രൂപരേഖ ഉണ്ടാക്കിയ ആർക്കിടെക്റ്റിന്റെ വൈഭവം
ഇന്നും ശ്രദ്ധേയമാവുന്നു. ആ രൂപരേഖയ്ക്ക് ജീവൻ നൽകിയ തച്ചന്മാരെയും വിസ്മരിക്കാനാവുന്നതല്ല. മാർബിൾ, ചുണ്ണാമ്പുകല്ല്, കരിങ്കല്ല് എന്നിവയാണ് ചാർമിനാറിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അക്കാലത്തെ ഇസ്ലാമിക ലോകത്തെ തന്നെ മഹത്തരമായ ഒരു നിർമ്മിതിയായിരുന്നു ചാർമിനാർ. 4 വശത്തു നിന്ന് കാണുമ്പോഴും ഒരുപോലെയാണെന്നതാണ് ചാർമിനാറിന്റെ പ്രത്യേകത. അതിൻ്റെ അകത്ത് ഒത്ത മധ്യത്തിൽ നിൽക്കുമ്പോഴുള്ള കാഴ്ച ഇങ്ങനെയാണ്. ഇപ്പോൾ ചെറിയൊരു കൽമണ്ഡപത്തിനകത്താണ് നിൽക്കുന്നതെന്ന് തോന്നും. ഇതിനും മുകളിലാണ് ആളുകൾ കയറി നിൽക്കുന്ന നിലയെന്നതാണ് രസകരമായ കാര്യം. ഇത്തരത്തിലുള്ള 4 തൂണുകളിലാണ് ചാർമിനാർ നിലകൊള്ളുന്നത്. 4 തൂണുകളുടെ ഒത്ത മധ്യത്തിൽ ഇങ്ങനെ ഒരു ഫൗണ്ടൻ. സഞ്ചാരികളായി എത്തിയ സായിപ്പുമാർ അത്ഭുതത്തോടെ ചാർമിനാറിന് ചുവട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതെല്ലാം കാണാം. ഇവിടെ നിന്നങ്ങനെ കാണുമ്പോൾ ഒരു താഴികക്കുടത്തിൻ്റെ ഉൾഭാഗമാണിതെന്നേ തോന്നൂ. അതിനു മുകളിലുമുണ്ട് കെട്ടിടഭാഗം. ഈ തൂണുകൾക്കുള്ളിലെ ഗോണികളിലൂടെയാണ് അവിടേക്ക് കയറാനാവുക. ഒരു തൂണിനുള്ളിലെ പടവിലൂടെ മുകളിലേക്ക് പോവുകയാണ്. പുറമേ നിന്ന് കാണുന്ന ലാളിത്യത്തിനപ്പുറം ഇതൊരു അത്ഭുത നിർമ്മിതി തന്നെയാണ്. ഇടുങ്ങിയ ഗോണി. പിരിയൻ ഗോണിയിലൂടെ അല്പം കയറിയാൽ പിന്നെ പെട്ടെന്നൊന്നും തിരിച്ചിറങ്ങാനാവില്ല. പടവുകൾ കയറി ചാർമിനാറിന്റെ 1-ാം നിലയിലേക്ക് എത്തി. 1-ാം നില വരെ മാത്രമേ ഇപ്പോൾ ആളുകളെ കയറ്റിവിടൂ. 1-ാം നിലയിൽ നിന്നാൽ തെരുവിൻ്റെ കാഴ്ചകൾ കാണാം എന്നതുകൂടിയാണ് ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകം. ഇവിടെ നിൽക്കുമ്പോൾ ചാർമിനാറിന്റെ വാസ്തുവിദ്യ വിശദാംശങ്ങൾ കൂടുതൽ വ്യക്തതയോടെ കാണാം. പേർഷ്യൻ വാസ്തുകലയുടെയും ഇന്ത്യൻ ഇസ്ലാമിക് നിർമ്മാണ രീതിയുടെയും സമ്മോഹനമായ മേളനമാണ് ചാർമിനാറിന്റെ നിർമ്മിതിയിൽ കാണാനാവുന്നത്. ബാൽക്കണിയിൽ നിന്ന് മുൻപോട്ട് നോക്കുമ്പോൾ തെരുവിൻ്റെ തിരക്കു കാണാം. ഞാൻ ഇവിടേക്ക് വന്നതിൻ്റെ എതിർവശമാണിത്. പഴയ നഗരത്തിൻ്റെ പടിപ്പുര. അതിനു ചുവട്ടിലൂടെ ആയിരങ്ങൾ നീങ്ങുന്നു. തിരക്കേറിയ മാർക്കറ്റ് ഏരിയയാണ് ചാർമിനാറിന്റെ ചുറ്റുഭാഗവും. വൈകുന്നേരം ആകുമ്പോഴേക്കും ആ തിരക്ക് 10 മടങ്ങ് വർദ്ധിക്കുന്നു. ബാങ്കിൾ മാർക്കറ്റ് എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട് ഇതിന്. വളകളുടെ മാർക്കറ്റ്. വില കുറഞ്ഞ വളയും മാലയുമെല്ലാം വിലപേശി വാങ്ങാവുന്ന നിരവധി ഉന്തുവണ്ടിക്കടകൾ സന്ധ്യയാവുന്നതോടെ ചാർമിനാറിന് ചുറ്റും നിരക്കുന്നു. ചാർമിനാറിനുള്ളിൽ ഇങ്ങനെ കുറെ കമാനങ്ങളുണ്ട്. അതിലൊന്നിലാണ് ഞാനും നിൽക്കുന്നത്. ചാർമിനാറിനകത്ത് ഇത്രയും സൗകര്യപ്രദമായ സ്ഥലങ്ങളുണ്ടെന്ന് പുറത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. ചാർമിനാറിന്റെ ഉൾത്തളത്തിന് അഭിമുഖമായാണ് ഞാൻ നിൽക്കുന്നത്. തൂണിലെ ഇത്തരം ഒരു പൊത്തിലൂടെയാണ് ഞാൻ കയറി വന്നത്. മറ്റൊരു തൂണിലൂടെ ഇറങ്ങിപ്പോകാം. എല്ലാ തൂണുകൾക്കുള്ളിലുമുണ്ട് പിരിയൻ ഗോണികൾ. 149 പടവുകളാണ് ഇതിൽ ആകെയുള്ളത്. 2 തൂണുകളിലെ വഴികൾ മാത്രമേ ഇപ്പോൾ തുറന്നിട്ടുള്ളൂ. തൂണുകൾക്ക് നേരെ മുകളിലായി ഇങ്ങനെ വൃത്താകാരത്തിൽ ഒരു ഭാഗം. ഇതിൽ 100 കണക്കിന് ആളുകൾക്ക് നിൽക്കാം. പുതിയ തലമുറയിൽപ്പെട്ട ചിലരുടെ സംസ്കാരശൂന്യത ഈ ചുവരുകളിൽ വായിച്ചെടുക്കാം എന്നതാണ് ദുഃഖകരമായ ഒരു കാര്യം. സ്വന്തം പേരും പ്രണയ സന്ദേശവും അശ്ലീല പദങ്ങളുമൊക്കെ ചാർമിനാറിന്റെ ചുവരുകളിൽ കോറിയിട്ടിരിക്കുന്നു. കാലത്തിനതീതമായി നിലനിൽക്കേണ്ട ഒരു മഹത്തായ നിർമ്മിതിയെയാണ് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചാർമിനാർ ഇന്നും ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത് വരുന്നവരിൽ നല്ലൊരു ശതമാനവും ഇതിനെ ആദരവോടെ കാണുന്നതുകൊണ്ടുകൂടിയാണ്. ഞാൻ ഇവിടേക്ക് വന്ന വഴിയാണ് ഇക്കാണുന്നത്. ലാഡ് ബസാർ ചാർമിനാറിന് ചുവട്ടിലേക്ക് വന്നു ചേരുന്നു. ഇടതുവശത്ത് യുനാനി വൈദ്യത്തിന്റെ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതാണ് ഹൈദരാബാദിലെ പഴയ നഗരത്തിന്റെ തിരക്ക്. നിരന്നു കിടക്കുന്ന ഓട്ടോറിക്ഷകൾ, പഴങ്ങളും പച്ചക്കറികളുമൊക്കെ വിൽക്കുന്ന ഉന്തുവണ്ടികൾ, സായാഹ്നത്തിൽ സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയവർ. നിസാമിന്റെ കാലത്തെ ഒരു മന്ദിരത്തിലാണ് യുനാനി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ യുനാനി വൈദ്യത്തിന്റെ ഏറ്റവും പ്രമുഖമായ സെന്ററാണ് ഇത്. 50 ബെഡുകളുള്ള ഒരു ആശുപത്രിയും അതിൽ പ്രവർത്തിക്കുന്നു. മെയിൻ സ്ട്രീറ്റിലേക്ക് വന്നു ചേരുന്ന നിരവധി ചെറുപാതകളുണ്ട്. ചാർമിനാർ റോഡ് എന്നാണ് ഈ പാത അറിയപ്പെടുന്നത്. വലതുവശത്ത് ഇക്കാണുന്നതാണ് പ്രസിദ്ധമായ മെക്ക മസ്ജിദ്.
മസ്ജിദിന്റെ പ്രത്യേക രൂപമാർന്ന മിനാരങ്ങൾക്ക് പിന്നിൽ സൂര്യൻ താഴുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദുകളിലൊന്നാണ് മെക്ക മസ്ജിദ്. ഹൈദരാബാദിലെ ഏറ്റവും പഴയ ഇസ്ലാമിക ദേവാലയങ്ങളിൽ ഏറ്റവും പ്രമുഖമായതും അതുതന്നെ. ഞാൻ വീണ്ടും ചാർമിനാറിന്റെ നിർമ്മിതിയുടെ വിശദാംശങ്ങളിലേക്ക് ക്യാമറ തിരിച്ചു. ചാർമിനാറിൽ നിൽക്കുമ്പോൾ കാണുന്നത് പോലെ പ്രേക്ഷകന് ഈ വിശദാംശങ്ങൾ അനുഭവവേദ്യമാക്കുക തന്നെയാണ് ഇതിനെ പകർത്തുന്നതിന്റെ ലക്ഷ്യം. ഇതിന്റെ നിർമ്മാണ രീതികൾ അടുത്തറിയുക. ബാൽക്കണിയിൽ നിന്നും താഴേക്കുള്ള കാഴ്ച ഒരിക്കൽ കൂടി. ചാർമിനാറിന്റെ 4 തൂണുകളുടെ ഭാഗത്തുകൂടിയും ഞാൻ മാറി മാറി നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ഭാഗവും ഒരുപോലെയാണെന്നതിനാൽ ആ നടത്തം പ്രേക്ഷകർ അറിയണമെന്നില്ല. കയറി വന്ന തൂണിന്റെ അരികെ നിന്നും മറ്റു 2 തൂണുകളും കടന്ന് 4ാമത്തെ തൂണിലേക്ക് നടന്നടുക്കുകയാണിപ്പോൾ. വൈകുന്നേരമാവുമ്പോഴേക്കും ചാർമിനാറിന് മുകളിൽ ജനം നിറയുന്നു. നഗരവാസികളും ആന്ധ്രാക്കാർ തന്നെയും മറ്റു നാടുകളിൽ നിന്നുള്ള സഞ്ചാരികളുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ടാവും. ഇവിടെ നിന്നും ഇനി താഴേക്കിറങ്ങണം. ടിക്കറ്റ് വെച്ച് തന്നെയാണ് ആളെ കയറ്റുന്നത്. പക്ഷേ അതിനനുസരിച്ചുള്ള സംരക്ഷണം ചാർമിനാറിന് ലഭിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇടുങ്ങിയ പടവുകളിലൂടെ ഇറങ്ങി വീണ്ടും ഞാൻ ചാർമിനാറിന് പുറത്തെത്തിയിരിക്കുകയാണ്. അതിനപ്പുറം ചാർ കമാൻ എന്ന ഗേറ്റ് കാണാം. ചാർമിനാർ നിർമ്മിച്ച കാലത്ത് തന്നെ പണിതതാണ് ചാർ കമാനും. ചാർമിനാറിനരികിൽ നിന്നും മറ്റൊരു ചരിത്ര മന്ദിരത്തിന് മുന്നിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. മെക്ക മസ്ജിദിന്റെ പടിപ്പുരയാണിത്. അത് കടന്ന് മസ്ജിദിന്റെ മുറ്റത്തെത്തി. വിപുലമായ രീതിയിൽ ഹൈദരാബാദിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഇസ്ലാമിക ദേവാലയം. സാധാരണ സന്ദർശകർക്ക് ഇവിടം വരെ മാത്രമേ പ്രവേശനമുള്ളൂ. കുറെ കുട്ടികൾ ഗോതമ്പ് മണികൾ പ്രാവിന് എറിഞ്ഞു കൊടുക്കുകയാണ്. വേലിക്കകത്ത് കയറാൻ അനുവാദമില്ലാത്തതിനാൽ ഒരു പോലീസുകാരൻ കുട്ടികളെ അവിടെ നിന്നും മാറ്റിവിടുന്നു. കുട്ടികൾക്കാകട്ടെ പോലീസുകാരനോടുള്ളതിനേക്കാൾ കൗതുകം പ്രാവിനോടാണ്. ഹൈദരാബാദിന്റെ ഈ ഭാഗമെല്ലാം മുസ്ലിം ഏരിയയാണ്. 15ാം നൂറ്റാണ്ട് മുതൽ തന്നെ അതങ്ങനെയായിരുന്നു. 1617 മെക്ക മസ്ജിദിന്റെ നിർമ്മാണം. മുഹമ്മദ് ഖൂലി കുത്തുബ് ഷാ ആണ് ഈ ദേവാലയത്തിന്റെ നിർമ്മാതാവായി അറിയപ്പെടുന്നത്. എങ്കിലും 1694 മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതെന്നതാണ് യാഥാർത്ഥ്യം. മെക്ക മസ്ജിദിൽ നിന്നും ഞാൻ ഇറങ്ങിയപ്പോഴേക്കും ബാബ കാറുമായി എത്തി. പത്തർഗട്ടി റോഡിലൂടെ യാത്ര തുടരുകയാണ്. ഈ ഭാഗത്ത് ഏതാനും ഹിന്ദു ക്ഷേത്രങ്ങളുമുണ്ട്. ഇക്കാണുന്നത് അത്തരമൊന്നാണ്. ഹൈദരാബാദിൽ സാമുദായിക സംഘർഷങ്ങളുടെ കേന്ദ്രസ്ഥാനമാണ് ചാർമിനാർ പരിസരം എന്നതാണ് ദുഃഖകരമായ മറ്റൊരു കാര്യം. ചാർമിനാറിന്റെ ഒരു തൂണിന് ചുവട്ടിലുള്ള ഭാഗ്യലക്ഷ്മി ക്ഷേത്രം ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ്. ലാദ് ബസാറിന്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം. വളകളുടെ മാർക്കറ്റ്. മറ്റൊരു ഭാഗത്ത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ വിൽപ്പനശാലകളുടെ നീണ്ട നിര. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ. അവയുടെയെല്ലാം താഴത്തെ നിലകൾ കച്ചവട കേന്ദ്രങ്ങളാണ്. ഇവിടുത്തെ ശിവക്ഷേത്രമാണിത്. വിശ്വാസ തീവ്രത പരസ്പരമുള്ള ഏറ്റുമുട്ടലിന് വരെ വഴിയൊരുക്കുന്നു പലപ്പോഴും ഈ നഗരത്തിൽ. ചെറിയൊരു പ്രശ്നമുണ്ടായാൽ മതി ഇരുവിഭാഗങ്ങൾ ആയുധങ്ങളുമായി തെരുവിലിറങ്ങാൻ. പത്തർഗട്ടിയിലൂടെയാണ് കാർ നീങ്ങുന്നത്. 17ാം നൂറ്റാണ്ട് മുതൽ മുത്തിന്റെ വ്യാപാരത്തിന് പേരുകേട്ട തെരുവാണ് പത്തർഗട്ടി. പ്രശസ്തമായ ഹൈദരാബാദ് പേൾസ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പത്തർഗട്ടിയിലെ മുത്തുവ്യാപാരികൾ പ്രധാന പങ്കുവഹിക്കുന്നു. കല്ലുകൊണ്ട് പണിത കെട്ടിടങ്ങളുടെ തെരുവാണ് പത്തർഗട്ടി. നിസാം ഭരണകാലത്ത് ആസൂത്രണ തികവോടെ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് പാതയുടെ ഇരുവശത്തും. പക്ഷേ അതെല്ലാം ബോർഡുകളും ബാനറുകളും സ്ഥാപിച്ചും ചായം പൂശിയും ആകെ വികലമാക്കിയിരിക്കുന്നു. ആ ബോർഡുകളെല്ലാം മാറ്റി പെയിന്റ് നീക്കി സ്വാഭാവികമായ കൽക്കെട്ടിടമാക്കിയാൽ ഗംഭീരമായൊരു ക്ലാസിക് നിർമ്മിതി തന്നെയാണത്. പക്ഷേ ഓരോ കച്ചവടക്കാരൻ്റെയും കൈവശമാണ് കെട്ടിടഭാഗങ്ങൾ. ഇതിനെ പുനരുജ്ജീവിപ്പിച്ച് ചാർമിനാർ പരിസരത്തെ ഈ നഗരഭാഗത്തെ ഒരു ഹെറിറ്റേജ് പ്രദേശമാക്കി മാറ്റുകയാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നി. നഗരസൗന്ദര്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്നതാണ് നമ്മുടെ ന്യൂനത. അതുകൊണ്ടാണ് ഈ പ്രദേശമെല്ലാം ഇങ്ങനെ കിടക്കുന്നത്.
ഇതൊക്കെ യൂറോപ്പിലോ അമേരിക്കയിലോ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല. പോസ്റ്ററുകളും ബാനറുകളുമെല്ലാം ഒഴിവാക്കി പൗരാണിക ഭാവം പുനഃസൃഷ്ടിച്ച് തെരുവിൽ വാഹനഗതാഗതം തന്നെ നിരോധിച്ച് അവരിതിനെ ഗംഭീരമായൊരു സാംസ്കാരിക പ്രദേശമാക്കി മാറ്റിയെടുത്തേനെ. ഇത്തരത്തിൽ ശിലാനിർമ്മിതമായ മന്ദിരങ്ങളാണ് ചുറ്റോടു ചുറ്റുമെന്ന് ഓർക്കണം. മുൻകാഴ്ചയോടെ കൃത്യമായി ഡിസൈൻ ചെയ്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് രൂപപ്പെടുത്തിയ ഒരു പ്രദേശം ഇന്ന് ആകെ വൃത്തിഹീനമാണ്. ആ കാഴ്ചകളിൽ ആന്ധ്രയിലെ സഞ്ചാരത്തിലെ എൻ്റെ ആദ്യ ദിനം അവസാനിക്കുന്നു.